everyone, welcome back to my channel. This is me Rahna. അപ്പോൾ നമ്മൾ 7 ഡേ സ്കിൻ കെയർ ചലഞ്ചിൻ്റെ ഡേ 6 ആണ്. നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്യാറായി. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പോവാണ്, ഗ്ലോ ബൂസ്റ്റ് ചെയ്യുക. അതും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കത് 2 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫേസ് പാക്ക് ആണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 7 ഡേ സ്കിൻ കെയർ ചലഞ്ച് ഡേ 6. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സിമ്പിൾ പാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാദ്യം വേണ്ടത് നമുക്ക് കുറച്ച് കടലപ്പൊടി വേണം, അതുപോലെ കുറച്ച് തക്കാളിയുടെ നീര്, കുറച്ച് പാല്, പിന്നെ കുറച്ച് ഹണി. ഇത് മാത്രം മതി നമുക്ക് ഇന്നത്തെ പാക്കിന്. ആൻഡ് ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും. അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കടലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിലോട്ട് കുറച്ച് തക്കാളി നീര്, ഇപ്പം ഞാൻ ഒരു തക്കാളിയുടെ പകുതിയുടെ നീരേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം വലിയൊരു തക്കാളിയായിരുന്നു, അതിൻ്റെ പകുതിയുടെ നീരാണിത്. ഇനി നമുക്കിതിലോട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് സെറ്റ് ആക്കാനുള്ള പാലേ വേണ്ടുള്ളൂ, അതായത് ഒരു 1 to 2 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ഒരു 2 to 3 ഡ്രോപ്സ് ഹണി കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് മുഖം വാഷ് ചെയ്തതിന് ശേഷം മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യുക. പിന്നെ നെക്കിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യണം. മുഖത്ത് എന്ത് അപ്ലൈ ആക്കുകയാണെങ്കിലും നെക്കിലൂടെ അപ്ലൈ ആക്കണം. അപ്പോൾ നമുക്ക് മുഖത്ത് അപ്ലൈ ആക്കാം ഗൈസ്. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി നമ്മളെ ഹെഡ് ബാൻഡെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സർക്കുലർ മോഷനിൽ വേണം മുഖത്ത് അപ്ലൈ ചെയ്യാൻ. നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ കുറച്ച് തിക്ക് ലെയറിലാണ് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ തിക്ക് ലെയറിൽ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മോഡറേറ്റ് ലെവലിൽ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ആക്കുക. ഇപ്പോൾ 5 ഡേയ്സ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മുഖത്തിന് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ ഡേ 1 ഭയങ്കര ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് ടാനെല്ലാം കുറഞ്ഞ് സ്കിന്ന് ഭയങ്കര ഗ്ലോ ആയിട്ടുണ്ട്, നല്ല ഹെൽത്തി സ്കിന്നായിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് എല്ലാ വീഡിയോസും കാണുക. ഇതിലുള്ള ടൊമാറ്റോ ജ്യൂസ് വൈറ്റമിൻ സി റിച്ചാണ്. അത് നമ്മളെ ടാന് റിമൂവ് ചെയ്ത് നമ്മുടെ പോൾസ് എല്ലാം ടൈറ്റൻ ആക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീക്കെൻഡിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പൊക്കെ യൂസ് ആക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ഗ്ലോ കിട്ടും. അതായത് ഇത് ഇട്ട ഉടനെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും. അത് നമ്മുടെ ഡൾനെസ് എല്ലാം റെഡ്യൂസ് ചെയ്യും, അതുപോലെ പോൾസ് എല്ലാം ടൈറ്റൻ ആക്കാനും, പിന്നെ എന്താ പറയുക പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടെ ഗ്ലോ, ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടും. നമുക്ക് മേക്കപ്പ് ഇല്ലാതെ തന്നെ ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷന് മുമ്പൊക്കെ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കളയുമ്പോൾ ഒന്ന് ജെന്റ്ലി സ്ക്രബ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ. പിന്നെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ 7 ഡേയ്സ് സ്കിൻ കെയർ ചലഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ
നമ്മൾ മുഖത്ത് എന്ത് അപ്ലൈ ആക്കുന്നതെന്നുള്ളതിൽ മാത്രമല്ല നമ്മളതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ, നമ്മൾ അതിൻ്റെ റൂൾസ് എല്ലാം പാലിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഗോൾഡൻ റൂൾസ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഡെയിലി ക്ലെൻസ് ചെയ്യുക, ക്ലെൻസ് ചെയ്യുമ്പോൾ ജനറലി ക്ലെൻസ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം 2 to 3 ലിറ്റർ വാട്ടർ എന്തായാലും കുടിക്കുക. കാരണം നമുക്ക് നമ്മുടെ ബോഡിയിൽ മൊത്തം ഹൈഡ്രേഷൻ ഭയങ്കരമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഉള്ളവർ നന്നായിട്ട് വെള്ളം കുടിക്കുക, മറക്കുകയും ചെയ്യരുത്. മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഖത്ത് വെറുതെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തുക. കാരണം അത് ഇമ്പ്യൂരിറ്റീസ് ഇതാക്കാനും അതുപോലെ തന്നെ പോഴ്സ് ഉണ്ടാക്കാനും ആക്നെ വെക്കാനും പിമ്പിളാക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് കാരണമാവും. അപ്പോൾ നമ്മൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഈവൻ ഓയിലി സ്കിൻ ആണെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പാക്കൊക്കെ തേച്ചിട്ടാണെങ്കിൽ ഉടനെ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഹൈഡ്രേഷൻ അവിടെ തന്നെ ലോക്കായിട്ട് നിൽക്കും. പിന്നെ നന്നായിട്ട് ഉറങ്ങുക, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക. നമ്മളെ മൈൻഡ് റിലാക്സ് ആകുമ്പോൾ തന്നെ നമ്മളെ മുഖം നന്നായിട്ട് ഗ്ലോ ആവും. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക, കോൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. ഒരു ദിവസം ചെയ്തു പിന്നെ 2 ദിവസം ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു റിസൾട്ട് ഉണ്ടാവില്ല. ഉണ്ടാവും, പക്ഷെ നമുക്ക് ഇത്ര എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ നല്ല കോൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. നമ്മളെ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും എല്ലാം ഹെൽത്തി ആക്കി വെക്കുന്നത് പോലെ തന്നെയാണ് നമ്മളെ സ്കിന്നിന് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. നല്ല ഹെൽത്തി ആക്കി വെക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യുക, കോൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യം എന്തായാലും മറക്കരുത്. നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ലപോലെ ഉറങ്ങുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഒരു 15 minutes ആയിട്ടുണ്ട് നമ്മൾ വെച്ചിട്ട്. ഇപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്ത് നോക്കാം എന്താണ് റിസൾട്ട് എന്നൊന്ന് എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒറ്റ ദിവസം തന്നെ നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര മനസ്സിലാവുമെന്ന് അറിയില്ല, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എന്തായാലും മുഖം കഴുകിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട്. ഒറ്റ വാഷിൽ തന്നെ നല്ല ഒരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്, ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ബ്രൈറ്റനിങ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു പാക്കായിരുന്നു അത്. എന്തായാലും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ടോണറാണ്. അപ്പോൾ നമുക്കത് മുഖത്താക്കാം. അപ്പോൾ മുഖത്ത് നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടോണറും നല്ല റിസൾട്ടാണ് തരുന്നത്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കുക. നല്ല അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ മുഖത്തിന് ഭയങ്കര സ്മൂത്ത് ആക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മോയ്സ്ചറൈസറിന് പകരം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഉണ്ടാക്കിയൊരു ഓയിലാണ്. അപ്പോൾ ഇതാണ് ആ ഓയിൽ. ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, അതുകൊണ്ട് ഇപ്പം ഞാൻ അതാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓയിൽ അപ്ലൈ ആക്കി. നിങ്ങൾക്കിനി മോയ്സ്ചറൈസർ അപ്ലൈ ആക്കിയാലും മതി. നമുക്ക് ആ ഹൈഡ്രേഷൻ ഒന്ന് ലോക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇതുകൂടി അപ്ലൈ ചെയ്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിലിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും, ഇന്ന് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഡേ 6 നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരാം. Day 1 to Day 7 നമുക്കിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുഖത്ത് നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് തന്നെ നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ 6 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ടാൻ എല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കഴുത്തിലെല്ലാം നല്ലപോലെ ടാൻ ഉണ്ടായിരുന്നു Day 1 തുടങ്ങുമ്പോൾ. പക്ഷേ ഇപ്പോൾ നന്നായിട്ട് റിമൂവ് ആയി നല്ല ഓക്കെ ആയിട്ടുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്.
അപ്പോൾ നാളെ ഡേ 7 ലാസ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ 7 ഡേയ്സ് സ്കിൻ കെയർ ചാലഞ്ചിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒന്നില്ലെങ്കിൽ അതിന് റിപ്ലൈ തരാം, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.